ഇന്നാണ് ഇലക്ഷൻ. അങ്ങനെ ഇലക്ഷൻ വോട്ടിടാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ പട്ടിക്കുഞ്ഞിനെ കണ്ടത്. അങ്ങനെ പട്ടിക്കുഞ്ഞിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്തിട്ട് നേരെ ഇലക്ഷൻ വോട്ടിടാൻ പോയി. നല്ല ആൾക്കാരുണ്ടായിരുന്നു. എങ്കിലും ഏകദേശം 1 മണിക്കൂർ അവിടെ നമ്മൾ വോട്ടിടാൻ വേണ്ടി നിന്നു. അങ്ങനെ വോട്ടൊക്കെ ഇട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. വേറെ ഒന്നും തിന്നാനുള്ള വിശപ്പൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് എക്കോ സിനിമയുടെ കാര്യം ഓർത്തത്. കുറച്ച് നാളായിട്ട് ഞാൻ ആ സിനിമ കാണണമെന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എക്കോ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരത്തെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയത്. കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് എങ്ങും ബസ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് തിയേറ്ററിലെത്തി. 2:45 ഉള്ളായിരുന്നു ഷോ. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്നു കുറച്ച് നേരം. തിയേറ്ററിലാണെങ്കിൽ അധികം ആളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം 10-20 പേര് മാത്രമേ ഉള്ളായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സിനിമയാണ്. അങ്ങനെ മലയാളത്തിലധികം സിനിമ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ തിരിച്ച് സിനിമയൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് പോയി. കാരണം വെയിറ്റ് ചെയ്ത് നിന്നാൽ ബസ് പിന്നെ കാണില്ല. നമ്മുടെ വീട്ടിലോട്ടുള്ള ലാസ്റ്റ് ബസ്സായിരുന്നു. അങ്ങനെ ബസ്സിൽ നേരെ കയറി വീട്ടിൽ ചെന്നു. അപ്പോഴാണ് എല്ലാവരും കൂടെ പറഞ്ഞത് കളമല പള്ളിയിലെ ചന്ദനക്കുടത്തിന് പോകാമെന്ന്. ചന്ദനക്കുടം മെനഞ്ഞാന്ന് കഴിഞ്ഞു. പക്ഷേ എന്താ അവിടെ ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് അധികം തിരക്കില്ല എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് അവിടുന്ന് കിട്ടുന്ന ഒരു പ്രസാദമാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ, +2 പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ ചെറിയ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടിറങ്ങി. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേന് തന്നെ 10:30 അടുപ്പിച്ച് സമയമായി. അങ്ങനെ പോകുന്നതിന് മുമ്പേ ഉണ്ടാക്കി വെച്ച മാഗി പിന്നെ വന്ന് ചൂടാക്കിയിട്ട് അപ്പോഴാണ് കഴിച്ചത്. അപ്പോൾ ഒരു കുട്ടി ബൈ.